ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ സുബംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പത്തൽ ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ മോള് പറഞ്ഞു എനിക്ക് പത്തൽ വേണ്ട, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പഴം വറുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പഴം വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് പിന്നെ അതിലേക്ക് പഴം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിൽ കുറച്ച് പഞ്ചസാരയും ഗീയും ആഡ് ചെയ്തിട്ട് അത് വറുത്തെടുത്ത് പിന്നെ ലാസ്റ്റ് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഒന്ന് ചിക്കി എടുക്കലാണ്. അപ്പോൾ അത് അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇപ്പുറത്തുനിന്ന് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മോള് പൊതുവേ ചായ കുടിക്കൽ കുറവാണ്. ഒന്നിക്കൽ ബ്ലാക്ക് ടീ അഥവാ അല്ലെങ്കിൽ ഇതുപോലെ കോഫിയോ അല്ലെങ്കിൽ പിന്നെ മൈലോ ഓവൽറ്റിൻ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക, അത് കുടിക്കലുണ്ട്. അപ്പോൾ എല്ലാത്ത ദിവസം ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് പണി കൂടുതലുള്ള ദിവസമാണ്. ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്കൊന്ന് ഫാർമസിയിൽ പോയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാനും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കൂടി ഉണ്ട്. അതുപോലെ ഇന്ന് ഒരു ചുരിദാർ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നൂല് വാങ്ങിക്കണം, അതിനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാനും അങ്ങനെയുള്ള കുറച്ച് പണികളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ കിച്ചണിലുള്ള പണികളൊക്കെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ പൊതുവേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള പണിയിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു സമാധാനമാണല്ലോ. അതുപോലെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നല്ല എളുപ്പമുള്ള പണിയാണെന്ന്. അത് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും കാര്യം മനസ്സിലായത്. ഇത് നമ്മൾ പോകുന്ന ഓരോ ഭാഗത്തേക്ക് ക്യാമറ തിരിച്ചു വെക്കലും പിന്നെ ആ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ അതിനെ എഡിറ്റ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. നമുക്ക് ഇത് കാണാനും കേൾക്കാനൊക്കെ നല്ല എളുപ്പം തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങനെയൊക്കെ പറയാൻ. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇന്ന്. അപ്പോൾ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയുന്നൊരു കാര്യങ്ങളല്ല, ഒന്നും അറിയില്ല. എഡിറ്റിങ്ങിനെ പറ്റിയിട്ടൊന്നും ഒന്നും എനിക്ക് അറിയാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പല പോരായ്മകളും കാണുന്നുണ്ടാവും. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായത്. എൻ്റെ വീഡിയോയിൽ കാണുന്ന തെറ്റെങ്കിലും എന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നുള്ളത് ഞാനതാണ് പറഞ്ഞത്. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാനും മോളും കൂടി ചായയൊക്കെ കുടിച്ചെണീറ്റ് പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറിയൊക്കെ സാധാരണ നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ ഞാനിന്ന് തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു കുക്കറിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ ഞാനും മോളും മാത്രം ആയതുകൊണ്ട് കുറച്ച് മാത്രമേ കറി വെക്കുന്നുള്ളൂ. അത് വെച്ചാൽ തന്നെ എന്തായാലും രാത്രിയിൽ വരെ എനിക്ക് മോൾക്കും ആ കറി തന്നെയാണ്. പിന്നെ വേറെ കറി ഉണ്ടാക്കാൻ നിൽക്കലില്ല ഞാൻ. ഒരു കറി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും അധിക ദിവസങ്ങളിൽ രാത്രി വരെ ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ പകലങ്ങനെ ഒരുപാട് കറി വെക്കുന്നതും അങ്ങനെയുള്ള പണികളൊന്നുമില്ല. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഇടുന്നതിന് മുമ്പ് ആദ്യം ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഒരു 4-5 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കും. അതിന് ശേഷമാണ് ചിക്കൻ കഴുകിയിട്ട് അതിലേക്ക് ഇടുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ അത് പിന്നെ ആ ചിക്കൻ വേവുന്നതിന് മുമ്പ് ആ ഉള്ളിയൊന്നും ഒരു വേവാത്ത പോലെ നിൽക്കും. എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്ച്ചോറ് വെക്കാനും വേണ്ടിയിട്ട് രാവിലെ ആകുമ്പോൾ എല്ലാവരും തിരക്കാണല്ലോ. ഒരു 8:30 മണിയാകുമ്പോഴത്തേക്ക് മോളിറങ്ങും. അപ്പോഴത്തേക്ക് തന്നെ സ്പീഡിൽ എല്ലാ പണിയും തീർത്തിട്ട് മോൾക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ചോറ് വെക്കാനും വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ അതിനിടക്ക് തേങ്ങ അരക്കാനും വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിൽ തേങ്ങയും പിന്നെ ഉള്ളിയും കുറച്ച് വലിയ ജീരകം അതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിനെ കറിയിലേക്ക് ഒഴിക്കലാന്ന്. അപ്പോൾ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ അരി ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഈ സമയത്ത് ഈ കഴുകാനാവുന്ന പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി വെക്കുക. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവും ലാസ്റ്റ് 2-3 പാത്രങ്ങൾ കഴുകാനുണ്ടാവും. എന്നാലും കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവില്ല. എല്ലാം കൂട്ടി വെച്ചിട്ട് കാണുമ്പോൾ നമുക്കൊരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കൊരു മടിയല്ലേ. പിന്നെ ഞാൻ അതിനിടയ്ക്ക് തന്നെ ചിക്കനൊക്കെ കഴുകി വെള്ളമൊക്കെ ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കനും ആഡ് ചെയ്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ചിക്കനും കൂടി വേവിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഞാൻ തേങ്ങൻ്റെ അരപ്പും ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് ഈ തേങ്ങൻ്റെ അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേങ്ങ ഒന്ന് ഞാൻ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ഒരു തേങ്ങാപ്പാൽ പോലെ എടുത്തിട്ട് അതാണ് ഞാൻ ഒഴിക്കലേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങൻ്റെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുക്കർ തുറന്നിട്ട് അതിലേക്ക് കറിവേപ്പിലിട്ട് പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. പിന്നെ അതിലേക്കൊരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ ആദ്യം അതിൽ ഒന്നും പിന്നെ കറാമ്പ്, കറുവാപ്പട്ട അതുപോലെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പൊതുവേ എനിക്ക് അങ്ങനെ ഒരു മസാലൻ്റെ കുത്തധികം ഇഷ്ടപ്പെടുന്നതല്ല. പിന്നെ ഞാൻ മോളുടെ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് മോൾ സ്കൂളിലേക്ക് പോയേ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്കുണ്ടാക്കിയത് പത്തൽ തന്നെയാണ്. ഇതിന് പല നാട്ടിലും പല ആൾക്കാരും പല പേരിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ പത്തൽ എന്നാണ് പറയൽ. പിന്നെ ചില ആൾക്കാരെല്ലാം പത്തിരി, ഒറട്ടി അങ്ങനെയൊക്കെ പറയുന്നത് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളിവിടെ പത്തൽ എന്നാണ് പറയലേ. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഇതും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ചിക്കൻ കറി ഞാൻ പറഞ്ഞല്ലേ, ഇനി എന്തായാലും നമുക്കിന്ന് രാത്രി വരെ ചിക്കൻ കറി തന്നെയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പത്തൽ ഉണ്ടാക്കിയിട്ട് പത്തൽ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പം ഞാൻ അതിനിടയ്ക്കൊന്ന് എനിക്കൊരു പുറത്ത് പോകാനുണ്ടായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ലേറ്റായിട്ടുണ്ടായത്. ഇപ്പോൾ പത്തൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പത്തലും ഇതുപോലെ ചൂടിൽ ഇങ്ങനെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പത്തൽ പൊങ്ങി വരുവേ. പിന്നെ പത്തലൊക്കെ ഉണ്ടാക്കി ഒരു കട്ടൻ ചായ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതുകൊണ്ട് ചെറുതായിട്ടൊരു തലവേദനൻ്റെ മൂടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും നമ്മളൊന്നും ചെയ്യാതെ മടി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് എല്ലാ പണിയും അങ്ങനെ അവിടെ നിൽക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യലും എല്ലാം കൊളായി കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കാണ്ട് പിന്നെ വേഗം തന്നെ കിച്ചണിലേക്ക് ഇറങ്ങി. ആദ്യം കിച്ചണ് ക്ലീൻ ചെയ്ത് പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഈ പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി വെക്കും. കുറേ ഒരുമിച്ച് കൂട്ടി വെക്കലില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് മാത്രം പാത്രങ്ങളല്ലേ കഴുകാനുണ്ടാവും. അപ്പം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല എല്ലാം തട്ടി ഒന്ന് ക്ലീനാക്കി ഒന്ന് വെള്ളം നനച്ച തുണിയോടൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇന്നെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ വീണ്ടും പറഞ്ഞതുപോലെ പുറത്ത് പോകാനുണ്ട്. നാളെ ഒന്നൊരു കോഴിക്കോട് ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസവും പിന്നെ നമുക്കൊന്നും പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാം വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇന്ന് ഇട്ടിട്ടുണ്ടായത്. അപ്പം നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ പോകും. അപ്പോൾ എന്തെന്നെ ആയാലും പിന്നെ നമുക്കെല്ലാ പണികളും തീർന്നു കഴിഞ്ഞിട്ട് അതെല്ലാം നല്ല നീറ്റാക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി വരുമ്പം നല്ലൊരു
കാണുമ്പോൾ നല്ലൊരു സമാധാനമാണ്. അല്ലെങ്കിൽ എല്ലാം രാവിലെ അതുപോലെ അങ്ങനെ വലിച്ച് വാരിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സമയത്ത് ഒരു തീരെ വയ്യാത്ത പോലെ ഒന്ന് യാത്രാക്ഷീണോ അങ്ങനെയൊക്കെ ആയിട്ടാകുമ്പോൾ മൊത്തത്തിലൊരു മടി പിടിച്ച് നിൽക്കും പോലെ ആയിപ്പോവും. അത് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ നാളെ പോവാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വർക്ക് ഏരിയയിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി എന്തായാലും ലാസ്റ്റിലേക്ക് കുറച്ച് പാത്രങ്ങൾ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ഒന്ന് മാറ്റി വെച്ച് പിന്നെ ആ സിങ്കും ടാപ്പും ഒക്കെ നന്നായിട്ട് സ്ലാബും ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പുറത്തേക്ക് പോയിട്ട് പുറത്ത് പോയിട്ട് നല്ല ക്ലീൻ ആക്കാനും പിന്നെ അടിച്ചു വാരൽ മോപ്പിടൽ എല്ലാ പണികളും ബാക്കിയുണ്ട് അത്ര. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ ബെഡ്റൂമിലുള്ള 2 ബെഡും നന്നായിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ അടിച്ചു വാരലും പിന്നെ മോപ്പിടലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് മാറ്റിയിട്ട് ഫ്രഷായിട്ട് വേണം ഒന്ന് പുറത്തേക്ക് പോകാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്റ്റിച്ചിങ്ങിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അത് പുറത്ത് പോയിട്ട് എലാസ്റ്റിക്കും നൂലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇനി സ്റ്റിച്ചിങ്ങിന് അങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അടുത്തത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.